എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ മിയോങ്ങിനെയും അതേപോലെ യാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെ മിയോങ് പറയും, ഒരുപാട് ആൾക്കാരുണ്ട്, ചിലവർക്ക് എന്നെ പേടിയാണ്, ചിലവർക്ക് എന്നെ വേണം, ചിലവർ എന്നെ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നീ കുറച്ചു മുന്നേ ആഗ്രഹിച്ചു തന്നെ ഞാൻ മരിച്ചു പോകണം എന്നല്ലേ. അപ്പം നമ്മളുടെ യാങ് പറയും, അങ്ങനെയൊന്നുമില്ല. ആ ഒരു സമയത്ത് എനിക്ക് എന്താണോ തോന്നിയത് ഞാൻ അപ്പോഴും പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും തന്നെ ഇല്ല. എന്തൊക്കെയായിരുന്നാലും നീ എൻ്റെ അടുത്ത് താങ്ക് യു പറയല്ലേ വേണ്ടത്, ഞാൻ നിനക്ക് ചെയ്തു തന്നതിന് വേണ്ടിയിട്ട്. ഉടനെ തന്നെ നമ്മുടെ മിയോങ് പറയും, നീ എനിക്ക് വേണ്ടിയിട്ട് ജീവൻ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്തിനാ നീ എൻ്റെ മുമ്പിലായിട്ട് കയറി ചെയ്യുന്നത്? അങ്ങനെ ചെയ്തെന്നും വെച്ചിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ അർഹനുമല്ല. ഇത്രയും പറഞ്ഞ് നമ്മളുടെ മിയോങ് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ അനിയൻ അവിടേക്ക് വരും. അവൻ വന്നിട്ട് നമ്മളുടെ യാങ്ങിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയും. ഇപ്പം അവന് മനസ്സിലായിട്ടുണ്ട് അവക്കാണെങ്കിൽ ബ്രെയിൻ ട്യൂമറാണ് എന്ന്. അങ്ങനെ ഇവർ മൂന്നുപേരും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്തെ നമ്മളുടെ യാങ്ങിൻ്റെ അനിയനാണെങ്കിൽ കരച്ചിൽ നിർത്താനേ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് നല്ല റീഗ്രറ്റും ഉണ്ട്. അവിടെയായിട്ട് നമ്മളുടെ യാങ് പറയും, നീ കരച്ചിലൊന്ന് നിർത്തുവോ? അവർ വീടിൻ്റെ അടുത്തായിട്ട് വന്ന് ഇറങ്ങി നടക്കുന്നത് നമ്മളുടെ യാങ്ങിൻ്റെ അനിയൻ വീണ്ടും നല്ല കരച്ചിലായിരുന്നു. അവന് നല്ല റിഗ്രറ്റ് ഉണ്ട്. അവൻ അവിടെ നമ്മളുടെ മിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നോ എന്ന്. അപ്പോൾ നമ്മളുടെ മിയോങ് പറയും, എനിക്ക് ആദ്യം തൊട്ടേ അറിയാമായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ്ങിൻ്റെ അനിയനാണെങ്കിൽ അവിടെയായിട്ട് പറയും, നിങ്ങൾ എൻ്റെ ചേച്ചിക്ക് അനുസരിച്ച് നല്ലൊരു ബ്രദർ ഇൻ ലോ ആണ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ എൻ്റെ ചേച്ചീനെ ഉപയോഗിക്കുവാണെന്നാ. എങ്കിൽ എനിക്കിപ്പോൾ നല്ല സന്തോഷമായി. ഇവിടെ ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടങ്ങ് പോകും. അവൻ വിചാരിക്കും, ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബ്രദറായിട്ട് മാറും, ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ചേച്ചീനെ നരകിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൻ നടന്നു പോകുന്നതും അവിടെയായിട്ട് നമ്മുടെ ലീയുടെ ഷോപ്പില്ലേ, അവിടെയായിട്ട് ആളിനെ ആവശ്യമുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ അനിയനാണെങ്കിൽ അവിടെ ജോലിക്ക് കയറും. അവിടെ ലീ അവനെ ഹയർ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ടി വിയിൽ ന്യൂസ് പ്ലേ ആവുന്നതാ, അതായത് ആ കില്ലർ മരിച്ചുപോയി എന്ന്. എന്നാൽ ഇവിടെ എങ്ങും നമ്മളുടെ യാങ്ങിനെയോ മിയോങ്ങിനെയോ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മിയോങ് ഓൾറെഡി എല്ലാവരുടെ മെമ്മറീസ് എറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ മിയോങ് ആണെങ്കിൽ അവളുടെ അടുത്ത് നല്ല ദേഷ്യത്തിലായിരുന്നു. മിയോങ് വേഗം തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷമായി അങ്ങ് പോവും. അവനാണെങ്കിൽ ഇപ്പോൾ വീണ്ടും അന്ന് ആ ഹോസ്പിറ്റലിൽ നടന്ന സംഭവം റിവൈൻഡ് ചെയ്ത് നോക്കുമായിരുന്നു. അവിടെയായിട്ട് ഗോഡസ് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ അവളെ രക്ഷിച്ചത്? ഉടനെ തന്നെ നമ്മുടെ മിയോങ് പറയും, അവളല്ലേ ആദ്യമേ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ നശിപ്പിക്കാൻ പോകുന്നത്? ഇത് കേൾക്കുന്നേ ഗോഡസ് പറയും, ശരിയാ, നീ നല്ല എക്സ്ക്യൂസാ പറയുന്നേ എന്ന്. ഇവിടെ നമ്മളുടെ ഗോഡസിന് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് അവനൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്. അതിന്റെ പേരിലാണ് അവൻ അവളെ രക്ഷിച്ചത് എന്ന്. അടുത്ത ദിവസം നമ്മളുടെ യാങ് ഉറക്കം എഴുന്നേക്കാൻ നേരത്ത് അവളുടെ മുമ്പിലായിട്ട് നമ്മളുടെ മിയോങ് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ചോദിക്കും, നീ എന്തിനാ ഇന്നലെ എല്ലാം രക്ഷിച്ചത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാങ് പറയും, നിനക്കത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൂടെ? മനുഷ്യന്മാർക്കുള്ളൊരു കഴിവാണ് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കുക എന്നുള്ളത്. നീ യഥാർത്ഥത്തിൽ മനുഷ്യനല്ലല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. ഇവിടെ നമ്മളുടെ മിയോങ്ങിന്റെ യാങ്ങിന്റെ ഇടയിൽ ഒരു കോൺട്രാക്ട് ഇല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളുടെ യാങ്ങിന്റെ മൈൻഡിൽ എന്താണ് ഓടുന്നതെന്ന് നമ്മളുടെ മിയോങ്ങിന് വായിക്കാൻ പറ്റത്തില്ല. അവൾ പറയും, നീ ആൾക്കാരുടെ എല്ലാം മൈൻഡ് റീഡ് ചെയ്യത്തില്ലേ, അതനുസരിച്ച് നീ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാ, അപ്പം നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിനായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാണ്. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് പറയും, ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാം ആ ഒരു തോട്ടം എന്തുവാന്ന് നീ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് അവൻ്റെ പേര് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ നിൻ്റെ അടുത്ത് എത്ര തവണയായി പറയുന്നത് ഞാൻ മനുഷ്യനല്ല, എനിക്ക് പേരില്ല എന്ന്. എന്നാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ അവൻ ഇവിടെ കിം എന്ന് പേര് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഓഫീസിൽ വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ മിയോങ് എത്തും. അവനാണെങ്കിൽ ഇവളുടെ CEO ആയിട്ടാണ് എത്തിയേക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാവരും അവനെ CEO ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. നമ്മുടെ യാങ് വന്നിട്ട് ചോദിക്കും, നീ എന്ത് പണിയായി കാണിച്ച, അപ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ CEO എവിടെ പോയി എന്ന്. അപ്പോൾ മിയോങ് പറയും, അവനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, അവന് പ്രശ്നമൊന്നും ഇല്ല എന്ന്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ ആ ചാൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നേരത്ത് ചാനാണെങ്കിൽ ചോദിക്കും, CEOയ്ക്ക് നിൻ്റെ അടുത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ തോന്നുക, എപ്പോഴും അയാൾ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്ന്. നോക്കാൻ നേരത്ത് എന്തോ നമ്മളുടെ മിയോങ് യാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ മൈൻഡിലായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേരിൽ നമ്മുടെ യാങ്ങും മിയോങ്ങും തമ്മിൽ ഭയങ്കര വലിയൊരു വഴക്ക് തന്നെ ആവും. അവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതും നമ്മളുടെ മിയോങ് അവളുടെ കയ്യിലായിട്ട് അവൻ്റെ കൈ എടുത്തങ്ങ് വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആ കൈ എടുത്തങ്ങ് മാറ്റും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇവരെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളെ യാങ് ആണെങ്കിൽ എല്ലായിടത്തും വരെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ ഒന്നും തന്നെ ഇല്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഇവരൊരു ടീം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അവിടെയും നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് അവൾ എന്താണോ ഓർഡർ ചെയ്യുന്നത് അത് തന്നെ ഓർഡറും ചെയ്യും. എല്ലാവരും ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ രണ്ടുപേരുടെ ഒരുമിച്ച് മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മളുടെ യാങ് പറയും, ഞാൻ നിന്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ, നീ എന്നെ ഒബ്സർവ് ചെയ്യണോ എന്ന്. അത് നീ ഇത്രയ്ക്ക്
സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവിടെയായിട്ട് നമ്മളുടെ മിയോങ്ങിന്റെ അടുത്ത് അവള് ചോദിക്കും, നാളെ നീ എൻ്റെ കൂടെ ഓഫീസിൽ വരുമോ? അപ്പോൾ അവൻ പറയും, ഇല്ല നാളെ ഞാൻ വരത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ പിടിച്ചിട്ട് പറയും, ദാ ഈ ഇരിക്കുന്ന ലേഡി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്, നീ ഈ സീറ്റിലായിട്ട് ഇരിക്കുകയെന്ന്. അങ്ങനെ നമ്മളുടെ യാങ് ആ സീറ്റിലിരിക്കും. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അവൾ മെട്രോയ്ക്കകത്ത് കയറിയിട്ട് സീറ്റിനകത്ത് ഇരുന്ന് വീട്ടിലോട്ട് പോകുന്നത്. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിന്റെ അടുത്തിരിക്കുന്ന ചെറുക്കനാണെങ്കിൽ അവൾ ഇന്ന് എഡിറ്റ് ചെയ്ത ലൈറ്റർ പ്രിൻസസ് എന്ന് പറയുന്ന ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ യാങ്ങിന് കുറച്ചുകൂടെ സന്തോഷമാവും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ ശ്രദ്ധിക്കും, അതായത് 94 എപ്പിസോഡിന്റെ കൂട്ടത്തിൽ അവൾ 96 എപ്പിസോഡും കൂടി മിക്സ് ചെയ്താണ് അപ്ലോഡ് ആക്കിയത് എന്ന്. പെട്ടെന്ന് തന്നെ അവൾ വിചാരിക്കും അവൾക്ക് ഉടനെ തന്നെ നല്ലതുപോലെ വഴക്ക് കേൾക്കൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനാണെങ്കിൽ ജീന എഴുതിയ നോവൽ ഇരുന്ന് വായിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ലീ വരും. അപ്പോൾ നമ്മളുടെ ചാൻ ചോദിക്കും, നീ ഇന്ന് നേരത്തെ വീട്ടിൽ വന്നോ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ലീ ചോദിക്കും, നീ എന്താ എല്ലായിടത്തും പറയാതെ ഈ ബിൽഡിംഗ് നിന്റെയാ എന്ന്. അപ്പോൾ ചാൻ പറയും, എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പണക്കാരനായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല എന്ന്. ഉടനെ തന്നെ ലീ ആണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന ടാബ് വാങ്ങിയിട്ട് ആ നോവൽ വായിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, ഈ ഓതറിന് എപ്പോഴും ഈ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ ലീക്ക് അറിയത്തില്ല ഇത് എഴുതിയത് അവൻ്റെ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള ജീനയാണെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ്ങിനാണെങ്കിൽ അവളുടെ ബോസിൻ്റെ അടുത്ത് നിന്ന് നല്ലതുപോലെ വഴക്ക് കേൾക്കുന്നതാ. അങ്ങനെ ആ ഓതറിനെ വിളിച്ചിരുത്തി നല്ലതുപോലെ കൺവീൻസ് ആക്കാൻ പറയും. നമ്മളുടെ യാങ് അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് വരുന്നത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിലായിട്ടാണ്. അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ മിയോങ് തന്നെ. നമ്മളുടെ യാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ അടുത്ത ആ ഒരു നോവൽ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് തരണോ എന്ന്. എന്നാൽ ഇവനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിലായിരുന്നു ശ്രദ്ധ മൊത്തം. അവനവിടെ ഫുഡ് ഓർഡർ ചെയ്യും. എന്നാൽ നമ്മളുടെ മിയോങ് പറയും, ഇവിടെ ഫുഡെല്ലാം തീർന്നു പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് പറയും, ഞാനെങ്കിൽ അടുത്ത ഷോപ്പിൽ പോയി ഫുഡ് വാങ്ങിയിട്ട് വരാം. ഇതൊക്കെ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് വന്നിട്ട് ഈ ഓതറിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ ആ ചെറുക്കനാണെങ്കിൽ പറയും, ഈ ബില്ലെല്ലാം ആ പെണ്ണ് പേ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. നമ്മളുടെ യാങ് വന്ന് നോക്കുമ്പോൾ ആ ഓതറിനെ അവിടെ കാണത്തില്ല. അവളാണെങ്കിൽ നമ്മുടെ മിയോങ്ങിൻ്റെ അടുത്ത് ദേഷിക്കാൻ തുടങ്ങും. അവനാണ് ഈ ഓതറിനെ പറഞ്ഞു വിട്ടത് എന്നും പറഞ്ഞിട്ട് അവളങ്ങനെ നമ്മുടെ ഈ ഓതറിനാണെങ്കിൽ നല്ലതുപോലെ മെസ്സേജൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ നിന്റെ ജോലിക്കാര്യത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്നേ എന്ന്. അവിടെ നമ്മുടെ യാങ് പറയും, അതെന്റെ ജോലിക്കാര്യല്ലേ, നീ എന്തിനാ മൈൻഡ് ആക്കുന്നേ? അപ്പൊ നമ്മളുടെ മിയോങ് പറയും, നിനക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ എങ്ങനെ അടുത്ത് ചോദിച്ചാൽ പോലെ, പ്രശ്നം തീർന്നില്ലേ? അപ്പൊ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, അങ്ങനെ വെറും നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിഷ് പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിനെയും കൊണ്ട് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീച്ചിലായിട്ട് വരും. ഇത് കാണുന്നേ നമ്മളുടെ യാങ് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കാവും. അവൾ പറയും, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെയായിട്ടാണ് വരുന്നത് എന്ന്. മിയോങ് വേഗം തന്നെ അവളുടെ തലയിലായിട്ട് തൊടാൻ വരുന്നതും പെട്ടെന്ന് തന്നെ അവൻ കൈയെടുത്തങ്ങ് മാറ്റും. അവിടെ നമ്മളുടെ മിയോങ്ങിന്റെ അടുത്ത് യാങ് ചോദിക്കും, നിനക്ക് എന്നെ കിസ് ചെയ്യണമെന്നുണ്ടോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവളുടെ അടുത്തായിട്ട് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ മുഖം അങ്ങ് മാറ്റും. എന്നിട്ട് അവൻ പറയും, വേണ്ട, ഞാൻ എന്തായിരുന്നാലും ഒന്നും കേൾക്കാത്തതുപോലെ തന്നെ അഭിനയിച്ചോളാം എന്ന്. അതായത് ഇപ്പോഴും നമ്മളുടെ മിയോങ്ങിന് യാങ് പറയുന്നത് മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ജീനേനെയാണ്. അവളുടെ ഫസ്റ്റ് ലവ് ഇപ്പോൾ ആ റീയൂണിയനിൽ വരുന്നത് കൊണ്ട് തന്നെ അവളൊരു ബ്യൂട്ടി പാർലറിലായിട്ട് വന്ന് നല്ലതുപോലെ സുന്ദരിയാവാൻ നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാൻ അവളെ വിളിച്ചിട്ട് പറയും, നമുക്ക് രണ്ടർക്കും ഒന്ന് മീറ്റ് ചെയ്യണോ എന്ന്. അവിടെയായിട്ട് ചാനാണെങ്കിൽ നമ്മളുടെ ജീനയ്ക്ക് കുറേ അഡ്വൈസ് ഒക്കെ കൊടുക്കും. എന്നിട്ട് പറയും, ആ കമ്മീഷൻ്റെ 5% മാത്രം എനിക്ക് തന്നാൽ മതി എന്ന്. അവള് പറയും, ഞാൻ വേറൊരു കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. എന്നാൽ നമ്മളുടെ ചാൻ പറയും, ഇത് നമുക്ക് രണ്ടർക്കും ഇടയിൽ ഇരുന്നാൽ മതി. അതേപോലെ തന്നെ നീ നാളത്തെ ആ ഒരു റീയൂണിയൻ പാർട്ടിയിൽ പോകരുത്. പോരാത്തതിന് നീ നിന്റെ ക്യാരക്ടേഴ്സിന്റെ നെയിമും ചേഞ്ച് ആക്കണം. ഇതൊക്കെ കേട്ടിട്ട് ജീനയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് മിയോങ് എവിടെയൊക്കെ പോകുന്നത് കാണുന്നേ. അപ്പോൾ നമ്മുടെ യാങ്ങും അവൻ്റെ കൂടെ വരുന്നതെന്ന് പറയും. യാങ്ങിനെയും കൊണ്ട് അങ്ങനെ മിയോങ് വരുന്നത് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്തായിട്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ യാങ് ഭയങ്കര എക്സൈറ്റഡ് ആവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് പറയും, ഇത് അവസാനിക്കാൻ പോവുകയാണ്, ഇത് ഈ ഒരു വർഷം കൂടി നടക്കത്തുള്ളൂ എന്ന്. അവസാനിക്കാൻ പോകുന്ന സാധനങ്ങൾ അവസാനമായിട്ട് ഞാൻ കണ്ടേ പറ്റത്തുള്ളൂ, അതെനിക്ക് നിർബന്ധമാണ്. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാങ് പറയും, അതെന്ത് നല്ല കാര്യമല്ലേ, ഒരു സംഭവം നശിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അതിനെ നിനക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ നശിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് എനർജീസ് ഒക്കെ പ്രൊഡ്യൂസ് ആക്കും. അത് നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളിൽ നിന്നാണ് പുതിയൊരു സ്റ്റാർ തന്നെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് നീയും. ഇത് കേൾക്കുന്നത് നമ്മളുടെ മിയോങ് പറയും, ഇതൊക്കെ നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ, എന്തായിരുന്നാലും ഞാൻ ആദ്യമേ വിചാരിച്ചത് ഞാൻ തെറ്റായിട്ടുള്ള ഒരാളിനെയാണ് ചൂസ് ചെയ്തത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, നീ ആയിരുന്നു കറക്റ്റായിട്ടുള്ള ആള് എന്ന്. എന്തായിരുന്നാലും നീ എന്നെ നല്ലതുപോലെ പ്രേമിക്കണം, നീ തന്നെ ആവണം ഡൂമിനെ സ്നേഹിച്ച ആദ്യത്തെ ലേഡി. ഇത് കേൾക്കുന്ന നമ്മളെ യാങ് ഭയങ്കര ഷോക്കാവും. അവൾ ചോദിക്കും, നീ ഈ പ്രണയം എന്നും പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? അവിടെ നമ്മൾ
നമ്മളുടെ മിയോങ് പറയും, നീ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് താങ്ക് യു പറയണമെന്ന്. ഞാനിപ്പോൾ നിന്റെ അടുത്ത് താങ്ക് യു പറയാണെന്ന് തന്നെ നീ വിചാരിച്ചോ? ഉടനെ തന്നെ നമ്മുടെ യാങ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ നശിക്കാൻ പോകുന്ന സാധനങ്ങളെയല്ലേ കാണുന്നത്? അതിൻ്റെ അർത്ഥം ഞാനും മരിക്കാൻ പോകുന്നതുകൊണ്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നല്ലേ? എനിക്ക് യഥാർത്ഥത്തിൽ ലോങ് ലൈഫ് ജീവിക്കണമെന്നൊന്നുമില്ല, ഒരു ഹാപ്പി ലൈഫ് ജീവിച്ചാൽ മതി. നീ ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അതായത് നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ വീട്ടിലിരുന്ന് TV കാണാൻ നേരത്ത് കുറേ തവണയായിട്ട് പറയുന്നതാ, എനിക്ക് പ്രണയം സംഭവിക്കുമോ, എനിക്ക് പ്രണയം ഇവൻ്റെ അടുത്ത് തോന്നുമോ എന്നൊക്കെ. അങ്ങനെ അവളാണെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് പോകാനായിട്ട് ഒരുങ്ങുന്നേ നമ്മളുടെ മിയോങ് പറയും, നീ ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന്. എന്നാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ അതിന് റെഡി ആവത്തില്ല. അപ്പോൾ മിയോങ് പറയും, നീ എൻ്റെ കൂടെ കിടക്കാതിരുന്ന് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ വീടിനെ ഞാൻ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന്. അവസാനം നമ്മളുടെ യാങ് ആണെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവിടെ കിടക്കേണ്ടതായിട്ട് വരും. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ല നീ എന്തിനാ നിന്നെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്? അപ്പോൾ നമ്മളുടെ മിയോങ് പറയും, പ്രേമം എന്താണെന്ന് എനിക്കറിയാൻ നല്ല ആഗ്രഹമുണ്ട്. നീ എന്നെ നല്ലതുപോലെ പ്രേമിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് മരിക്കാൻ സാധിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ യാങ്ങിനങ്ങ് ഒരുമാതിരിയാവും. അവളൊന്നും മിണ്ടാണ്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ മിയോങ് ഗോഡസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ്, നമ്മളുടെ യാങ് ആണെങ്കിൽ അവനൊരു പേര് തന്നെ വെച്ചിട്ടുണ്ട്, അവൾ അവനെ ഒരു മനുഷ്യനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. ഉടനെ തന്നെ ഗോഡസ് പറയും, നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ചാണ്, നീയും വിയേർഡാണ് അവളും വിയേർഡാണ് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഗോഡസ് ചോദിക്കും, നീ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവളെ പ്രേമിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഉടനെ തന്നെ നമ്മുടെ മിയോങ്ങിന് നല്ല ദേഷ്യം വരും. അവൻ പറയും, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം നേരത്തെ തന്നെ അറിയാം, എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാത്തതുപോലെ ജസ്റ്റ് അഭിനയിക്കുക എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഗോഡസ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും, നീ വിചാരിക്കുന്ന പോലെ ഈ പ്രണയം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൾക്കാർ അവരുടെ ലവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും, എന്തും അവർ വിട്ടുകൊടുക്കാനും റെഡിയാവും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ കൊളീഗിൻ്റെ കൂടെ ഒരു ഷോപ്പിലായിട്ട് വരുന്ന ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ ബ്രദർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവനെ കണ്ട് നമ്മുടെ യാങ് നല്ല ഷോക്കാവും. അവിടെയായിട്ട് അവൻ്റെ ബ്രദർ പറയും, ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നീ ഇനിയിപ്പോൾ നിൻ്റെ ജോലിയൊക്കെ നിർത്തി വീട്ടിലിരിക്കുകയെന്ന്. അപ്പോൾ അവൾ പറയും, ഇതെൻ്റെ ഹോബിയാണ്, ഞാൻ 7 വർഷം ഈ കമ്പനി തന്നെയല്ലേ വർക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ നീ എൻ്റെ 7 വർഷം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കരുത്, എനിക്കിപ്പോൾ ടൈം തന്നെയാണ് ഏറ്റവും വലുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് അറിയുന്നതാ, അതായത് അവൾ ആ പബ്ലിഷ് ചെയ്ത ആ നോവലില്ലേ അതിൻ്റെ റൈറ്റർ ആണെങ്കിൽ ഇപ്പോൾ എഴുത്ത് നിർത്തിയിട്ട് അവൻ എവിടെ ട്രിപ്പിന് പോയേക്കുക എന്ന്. ഇവിടെ നമ്മുടെ യാങ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ഇവൻറ്റ് തന്നെ അവൾ കണ്ടക്ട് ചെയ്യാനിരുന്നതാണ്, ഇപ്പം അതെല്ലാം വെള്ളത്തിലായില്ലേ. അവൾ അതൊക്കെ നമ്മളുടെ ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ജീനയും വരും യാങ്ങിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മളുടെ ജീന പറയും, ഞാൻ റിയൂണിയന് പോകുന്നില്ല എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ ചോദിക്കും, നീ ആണെങ്കിൽ ലീനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകാനിരുന്നതല്ലേ? ഉടനെ തന്നെ ജീന പറയും, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു പോവണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് ചോദിക്കും, മിക്കവാറും ആ ചാനായിരിക്കും, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൻ നിന്നെ കിസ് ചെയ്ത് തന്നെ പിറ്റി ഫീലിൻ്റെ പേരിലായിരുന്നു എന്ന്. ഇത് കേട്ട് നമ്മളുടെ ജീനയെ നല്ല ഷോക്കാവും. അവൾ അങ്ങനെ ചാനിനെ വന്ന് കണ്ടിട്ട് ചോദിക്കും, നീ എൻ്റെ കാര്യത്തിൽ പിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണോ നീ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ റെഡി ആയത്? അപ്പോൾ നമ്മളുടെ ചാൻ പറയും, ആദ്യമേ എനിക്ക് നിൻ്റെ അടുത്ത് പിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല എന്ന്. ഇത് കേൾക്കുന്നതിന് ജീന അവൻ്റെ കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതായത് ഇനി മുതൽ അവളുടെ നോവലിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ചാനായിരിക്കും അഡ്വൈസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് വരാൻ നേരത്ത് അവിടെയായിട്ട് മിയോങ് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നതാ. എന്നിട്ട് അവളുടെ കൈയും പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ മിയോങ് ചോദിക്കും, നീ നിനക്ക് പകരമായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തിരക്കി നടക്കുവാണോ? ഉടനെ തന്നെ നമ്മളുടെ അതേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മിയോങ് പറയും, എന്നെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കത്തില്ല, എന്തൊക്കെയായിരുന്നാലും ഞാൻ നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിക്കുന്ന, എന്താന്ന് വെച്ചാൽ നീ എന്നെ സംബന്ധിച്ച് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായെന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ ചോദിക്കും, അതെ അതുകൊണ്ടാണല്ലോ നീ എന്നെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എന്നും പറഞ്ഞിട്ട് നീ എനിക്ക് ഇതുവരെ ഒരു പൂ പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ അത്ര നല്ലവനാവാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യാങ് അവളുടെ ബ്രദറിനെ കൊണ്ടുവന്നിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യിക്കുന്നതാ. എന്താന്ന് വെച്ചാൽ ഇനി അവളെ പോലെ തന്നെ ഇവനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൻ ഇവിടെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ യാങ് അവളുടെ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഡോക്ടർ അവളുടെ അടുത്ത് വീണ്ടും സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. കൂട്ടത്തിൽ തന്നെ പറയും, നിന്റെ ബ്രദർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞു തന്നെ നിന്നെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നാണ്. അവിടെയായിട്ട് ഡോക്ടർ ആണെങ്കിൽ നമ്മളുടെ യാങ്ങിന് ഒരു മെഡിസിൻ കൊടുക്കും, വേദനയൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൾ പുറത്ത് ഗാർഡനിൽ വന്നിരിക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് നമ്മുടെ ഗോഡസും വന്നിരിക്കും. അവളുടെ കയ്യിലായിട്ട് ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്ന, കൂട്ടത്തിൽ തന്നെ ഒരു കുപ്പിയും വെള്ളവും ഉണ്ട്. നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് അതൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ അത് തുറന്നു കൊടുക്കും. എന്നിട്ട് അവൾ ചോദിക്കും, ഈ ചെടിച്ചട്ടിയിൽ എന്താണ് വളർത്തുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ഗോഡസ് പറയും, അതെനിക്കും അറിയത്തില്ല, ഇതിനകത്ത് എന്താണ് ഇനി വളർന്നു വരാൻ പോകുന്നത് എന്ന്. അത് വളർന്നു വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മളുടെ യാങ്ങിന് ഓർമ്മ വരും, അതായത് ഇവളി ഗോഡസ് പെങ്കൊച്ചിനെ മുമ്പും കണ്ടിട്ടുണ്ട് എന്ന്. ഇവിടെയായിട്ട് ഈ പെങ്കൊച്ചാണെങ്കിൽ നമ്മളുടെ യാങ്ങിനൊരു ഗിഫ്റ്റ്
ഗിഫ്റ്റ് കൊടുക്കും. അതൊരു ബോൾ പോലത്തെ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ മിയോങ് വരും. അവൻ കയ്യിലായിട്ടൊരു ബൊക്കയും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ഡോക്ടർ ചോദിക്കും, ഞാൻ നിന്നെ മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ഇല്ല എന്ന് പറയും. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന്റെ അനിയൻ വരുന്നതോ അവൻ നമ്മുടെ മിയോങ്ങിനെ കണ്ടിട്ട് ചോദിക്കും, നീ എന്താ പുതിയ ഹെയർ കളർ ചെയ്തോ എന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് ഇല്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ മിയോങ്ങിന് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അവിടെയായിട്ട് ഇവർ മൂന്നുപേരും കൂടി ഒരു സെൽഫി എടുക്കും. സെൽഫിക്കകത്ത് നമ്മളുടെ മിയോങ്ങിന്റെ ഫേസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വേറെ ഹെയർ കളറിലൊക്കെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കാവും. അവൾ ആ ഫോട്ടോക്ക് സൂം ചെയ്ത് നോക്കും. അവരെങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യാൻ നേരത്ത് അവൾ പറയും, അതായത് അവൾ ആ ഫോട്ടോയ്ക്ക് അത് വേറൊരു ഫേസ് ആണ് കണ്ടത് എന്ന്. ഉടനെ എന്നെ മിയോങ് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഈ ലോകത്തിലുള്ള പല ആൾക്കാരും എന്നെ പല പല രൂപത്തിലാണ് കാണുന്നത്. നീയാണ് ആദ്യത്തെ ആൾ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ എന്നെ കണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ നീ ഭയങ്കര വിയേർഡുമാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല നീ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെ കണ്ടത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കാവും. അതേസമയം തന്നെ അവർ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവിടെയായിട്ടുള്ളൊരു സ്ക്രീനിലായിട്ട് കാണിക്കും. അതായത് നമ്മളുടെ യാങ് ആണെങ്കിൽ പുറകെ നടന്ന എഴുത്തുകാരനില്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോയുടെ ജഡ്ജ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. അവന് നല്ലതുപോലെ വോട്ടിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ യാങ് വേഗം തന്നെ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവിടെ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇവനാണെങ്കിൽ നമ്മുടെ യാങ്ങിനെ കണ്ടിട്ട് മൈൻഡൊന്നും ആക്കത്തില്ല. യാങ് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കാൻ നേരത്ത് അവൻ ഓൾറെഡി ഇവക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിരിക്കുന്നതന്നെ, ഞാൻ നിന്നെ കാരണം എൻ്റെ എഴുത്തിങ്ങ് സ്റ്റോപ്പ് ആക്കുവാണ്. പോരാത്തിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാത്തും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസണേ നീയാണ് എന്ന്. ഞാനതുകൊണ്ട് ജഡ്ജ് ആവാൻ തീരുമാനിച്ചു എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ യാങ് ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അവൾ വേഗം തന്നെ ടി വിയിൽ ഇവൻ്റെ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ മിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇവനെ നശിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ മിയോങ് ചോദിക്കും, അപ്പോൾ ഇതാണോ നിൻ്റെ ആഗ്രഹം? ഉടനെ തന്നെ നമ്മളുടെ യാങ് പറയും, ഒരിക്കലുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ അവളുടെ കൊളീഗ്സിൻ്റെ കൂടെ ഒക്കെ വന്നിരിക്കാൻ നേരത്ത് അവരെല്ലാവരും ഇത് അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നതാ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഒരു വിഷ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുമെന്ന്. ചിലർ പറയും പൈസ എന്ന്, ചിലർ പറയും ഫെയിം എന്ന്. അപ്പോൾ നമ്മളുടെ യാങ് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ 100 ദിവസം മാത്രമേ ജീവിക്കാനുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും ബിസി ആയതുപോലെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ്ങിൻ്റെ കൊളീഗാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ കൊണ്ടുവരുന്നതാണ്. നമ്മളുടെ യാങ് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ യാങ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് തന്നെ അവളെ പ്രേമിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ ആരെങ്കിലും റെഡി ആവേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കൂടെയായിട്ട് നമ്മളുടെ മിയോങ്ങും വരും. ഇവിടെ നമ്മളുടെ യാങ്ങും ആ ചെറുക്കനും കൂടെ ഇരുന്ന് അവരുടെ ഹോബീസ് ഷെയർ ചെയ്യുന്നതും നമ്മളുടെ മിയോങ് അതിൻ്റെ ഇടയിലായിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ ആ ചെറുക്കനെയും അവളുടെ കൊളീഗിനെ അങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്ത് ബോധം കെടുത്തിയിട്ട് നമ്മളുടെ യാങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങും. അപ്പം നമ്മുടെ യാങ് അവൻ്റെ അടുത്ത് പറയും, നീ നിന്റെ പവേഴ്സിനെ ഒന്നും ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനേ പാടില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് അവളുടെ അടുത്ത് പറയും, നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഒരു വിഷ് ചോദിക്കുക, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് ചോദിക്കും, അത് പോസിബിൾ ആണോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ അവനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ക്ലോസ് ആയിട്ട് വന്നിരിക്കും. പെട്ടെന്ന് തന്നെ അവൾക്ക് ബോധം വന്നിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പുറകിലോട്ട് മാറും. വേഗം തന്നെ അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജീനേനെയും ചാനിനെയാണ്. അവിടെ ചാൻ ഇവക്ക് അഡ്വൈസ് കൊടുക്കുമായിരുന്നു. ജീന അവിടെ പറയും, നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കുറേ നേരമായി, നമ്മൾ എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ആവുന്നത്, രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ശരിയല്ല, നീ മാത്രമല്ല ഇപ്പം എൻ്റെ വീട്ടിലുള്ളൂ എന്ന്. ഉടനെ എന്നെ ചാൻ പറയും, നമുക്ക് പകൽ അതിന് സമയമില്ലല്ലോ, എനിക്കല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്നതാ ഇഷ്ടം എന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതങ്ങ് കംപ്ലീറ്റ് ആക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനിനാണെങ്കിൽ ലീയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരും, അതായത് അവൻ്റെ കാർ അവൻ കടമെടുത്തു എന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ചാന ഓർമ്മ വരും, അതായത് നമ്മളുടെ ഈ ജീനയ്ക്കും റീയൂണിയൻ പാർട്ടിക്ക് പോകണ്ടേ. അപ്പോൾ അവൻ പറയും, നിനക്ക് പാർട്ടിക്ക് പോവേണ്ടതല്ലേ, ഞാൻ എന്തായിരുന്നാലും വേഗം തന്നെ ഇവിടുന്ന് പൊക്കോളാം, നീ റെഡിയായി പോകുന്നും പറഞ്ഞിട്ട് ജീനനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജീന ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവിടെ അവൾ മാത്രമേ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്. അവരവരുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ചില്ല് ചെയ്യുവാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുക്കന്മാരെല്ലാം ജീന അതിനെ ടീസ് ചെയ്തിട്ട് ചോദിക്കും, നീ ഇവിടെ വന്നത് തന്നെ ലീനെ പ്രതീക്ഷിച്ചിട്ടല്ലേ എന്ന്. ഉടനെ എന്നെ ജീന പറയാം, ആരാ അങ്ങനെ പറഞ്ഞത്, ഞാനിവിടെ ചിക്കൻ തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലീ വരും. ഇവൾ അവനെ മൈൻഡ് ആക്കത്തേ ഇല്ല. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും റൈസ് കേക്കിന്റെ പേരിലാണ് ബ്രേക്കപ്പ് ആയത് എന്ന്. അതായത് റൈസ് കേക്ക് കഴിച്ചിട്ട് നമ്മുടെ ലീയുടെ വയറ് വല്ലാണ്ട് വയ്യാതായതിന്റെ പേരിൽ അവൻ എക്സാം എഴുതാൻ പറ്റിയില്ല. അവസാനം അവൻ അബ്രോഡ് പോവേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അവര് ബ്രേക്കപ്പ് ആയത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജീനയാണെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുന്നതും അവിടെയായിട്ട് ലീ വന്നിട്ട് ചോദിക്കും, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന്. എന്നാൽ നമ്മുടെ ജീനയാണെങ്കിൽ വേണ്ട എന്ന് പറയും. അവൾ അങ്ങനെ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറ് നിർത്തിയിട്ട് അതിനകത്ത് കയറി പോകാൻ ഒരുങ്ങും. ലീ അവിടെ നിന്ന് നടന്നു പോകും. ജീന അവനെ എപ്പോഴത്തെയും പോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അവള് സ്കൂളിലും ഇതേപോലെ തന്നെയായിരുന്നു അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത്. ലിയോ അവളെ തിരിഞ്ഞു നോക്കും, എന്നിട്ട് അവളെ നോക്കി ചിരിച്ചിട്ട് അങ്ങ് നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ബസ് ഇറങ്ങി വരുന്നതാണ്. അപ്പോഴും കറക്റ്റായിട്ട് നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങും. കറക്റ്റായിട്ട്
അവളുടെ മുമ്പിലായിട്ട് നമ്മുടെ മിയോങ് നിൽക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ യാങ് നല്ലതുപോലെ ഷോക്കാവും. എന്താന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടിയിട്ടാണോ അവനവിടെ കാത്തു നിൽക്കുന്നത് എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങും. അവളവിടെ പറയും, ഈ മഴ എപ്പോഴും എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ കയ്യിൽ ഒരു കാലത്തും കുട കാണത്തില്ല, ഞാൻ എപ്പോഴും മഴ നനയേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് അവിടെ പറയാൻ തുടങ്ങും, എൻ്റെ കയ്യിലും അംബ്രല ഇല്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഓടിപ്പോവാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈയും പിടിച്ച് ഓടാനായിട്ട് തുടങ്ങും. നമ്മുടെ യാങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അവൾ ചോദിക്കും, നിനക്ക് എന്താ വട്ടാണോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇവളെ വേഗം തന്നെ അവളുടെ വീടിന്റെ മുമ്പിലായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ മഴയെ പേടിക്കാനേ പാടില്ല, മഴയെ നീ ഫേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ, നിനക്ക് വേഗം വീടെത്താൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. ഉടനെ തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ പറയും, എനിക്കൊരു വിഷുണ്ട്, ഞാൻ ചോദിക്കട്ടെ, നീ എന്നെ ലവ് ചെയ്യണം, അതിന് നിന്നെ കൊണ്ട് സാധിക്കുമോ, ഈ വിഷ് നിനക്ക് പൂർത്തീകരിച്ച് തരാൻ പറ്റുമോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് ആദ്യമേ പറ്റത്തില്ല എന്ന് പറയും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ അവളെ നല്ലതുപോലെ കിസ് ചെയ്യും. അതേസമയം തന്നെ നമ്മളുടെ ഗോഡസിനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ മുമ്പിലിരിക്കുന്ന ആ ചെടിച്ചട്ടിയില്ലേ അത് നോക്കിയിട്ട് പറയുന്നത് തന്നെ, ഞാൻ ക്രിയേറ്റ് ആക്കിയ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല, അതിനെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കണം എന്ന്. നമ്മുടെ ഗോഡസ് ഇങ്ങനെ പറഞ്ഞ സെക്കൻഡിൽ തന്നെ നമ്മളുടെ മിയോങ്ങിന് എന്തോ ഒന്ന് ഫീൽ ആവും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ കിസ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ അവിടെ നിന്ന് പുറകിലോട്ട് അങ്ങ് മാറും. നമ്മളുടെ യാങ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതും ആ സെക്കൻഡിൽ തന്നെ മിയോങ് അങ്ങ് അപ്രതീക്ഷമായി പോവും. അവളിവിടെ ഞെട്ടി നിൽക്കുവാണ് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.